Alhamdulillah, nahmadullah wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس اتقوا الله عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ذلك الفضل من الله وكفى بالله عليما. صدق الله العظيم. لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പരമദയാലുവായ തമ്പുരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഷഹാദയാണ് ഇന്നത്തെ വിഷയം. ജീവിതത്തെയും മരണത്തെയും സംബന്ധിച്ച ചില വർത്തമാനങ്ങളാണ് കഴിഞ്ഞയാഴ്ച പറഞ്ഞത്. മരണത്തിൻ്റെ വകുപ്പിൽ പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഷഹാദ അഥവാ രക്തസാക്ഷ്യം എന്ന വിഷയം ഇന്നത്തേക്ക് മാറ്റിയത്. കാരണം വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഷഹാദത്ത് അഥവാ രക്തസാക്ഷ്യം വരിച്ചവരെ സംബന്ധിച്ച് മരിച്ചവർ എന്ന് നിങ്ങൾ പറയരുത്. കാരണം അവർ ജീവിച്ചിരിക്കുന്നവരാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം അൽ-ബഖറ 154-ാമത്തെ വചനം, വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്ത് ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ. കാരണം അവർ ജീവിച്ചിരിക്കുന്നവരാണ്, അവർ അംവാത്തല്ല, അവർ അഹ്യാ ആണ്. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല എന്നേയുള്ളൂ. കുറച്ചും കൂടി കടന്നിട്ട് അങ്ങനെ ഒരു ചിന്ത പോലും വിശ്വാസികളെ നിങ്ങൾക്ക് വരാൻ പാടില്ല എന്നും ഖുർആൻ പറഞ്ഞു. ശുദ്ധ ഖുർആൻ 3-ാം അധ്യായം ആലു ഇമ്രാൻ 169-ാമത്തെ വചനം,
വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിന്റെ വഴിയിൽ വധിക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവര് മരിച്ചവരാണ്, അംവാത്താണ് എന്ന് നിങ്ങൾ വിചാരപ്പെടാൻ പോലും പാടില്ല. കാരണം ബല്ലഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാകുന്നു. ഇൻദ റബ്ബിഹിം യുർസഖൂൻ, തങ്ങളുടെ നാഥന്റെ അടുത്ത് അവർ വിഭവം നൽകപ്പെടുന്നവരാണ്, റിസ്ക് നൽകപ്പെടുന്നവരാണ് എന്ന് ഖുർആൻ പറയുന്നു. ആരാണ് ഈ പറഞ്ഞ ശുഹദാ? എന്താണ് ഷഹാദ? വളരെ ചുരുക്കി ലളിതമായി വേഗം മനസ്സിലാകുന്ന ശൈലിയിൽ പറഞ്ഞു പോവുകയാണ്. മനുഷ്യൻ തന്നെ ജീവിപ്പിക്കുന്ന അഭിമാനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, മനുഷ്യൻ തന്നെ ജീവിപ്പിക്കുന്ന അഭിമാനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ജീവത്യാഗം വരിക്കുന്നതിനാണ് ഷഹാദ എന്ന് പറയുക. മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി കരുതുന്ന, ജീവിതത്തെ ജീവിതമാക്കുന്ന ചില അഭിമാനങ്ങളുണ്ട്. ഒന്നാമത്തേത് അവന്റെ ജീവനാണ്. രണ്ടാമത്തേത് അവന്റെ സമ്പത്താണ്. മൂന്നാമത്തേത് അവന്റെ ആദർശമാണ്, അല്ലെങ്കിൽ അവന്റെ ജീവിത വ്യവസ്ഥയാണ്. നാലാമത്തേത് അവന്റെ കുടുംബമാണ്. ജീവിതത്തെ ജീവിതമാക്കുന്ന ഈ അഭിമാനങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി മനുഷ്യൻ നടത്തുന്ന പരിശ്രമങ്ങൾക്കിടയിൽ അവൻ വധിക്കപ്പെടുമ്പോഴാണ് അവൻ ഷഹീദായി മാറുന്നത്. ഒമൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. തന്റെ ധനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരാൾ വധിക്കപ്പെടുമ്പോൾ അവൻ ഷഹീദാകുന്നു. വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി വഴിയിലെത്തുമ്പോൾ ഒരു കൊള്ളസംഘം വിജനമായ വഴിയിൽ വെച്ച് പിടികൂടി തന്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ പിടിച്ചുപറിച്ച് ആ പോരാട്ടത്തിനിടയിൽ ഈ മനുഷ്യൻ കൊല്ലപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹുവ ഷഹീദുൻ, അവൻ ഷഹീദാണ്. ഒമൻ ഖുതില ദൂന ദമിഹി ഫഹുവ ഷഹീദ്. ആത്മരക്ഷാർത്ഥം മനുഷ്യൻ നടത്തുന്ന, അവന്റെ ജീവന് വേണ്ടി നടത്തുന്ന പോരാട്ടം, അപ്പോഴും അവൻ ഷഹീദാകുന്നു. ഒമൻ ഖുതില ദൂന ദീനിഹി ഫഹുവ ഷഹീദ്. താൻ ജീവിതത്തിൽ പുലർത്തുന്ന, ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി അവൻ നടത്തുന്ന പോരാട്ടത്തിനിടയിലെ കൊല്ലപ്പെടൽ, അവൻ ഷഹീദാകുന്നു. ഒമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദ്. തന്റെ കുടുംബത്തിന് വേണ്ടി, തന്റെ സന്താനങ്ങൾക്ക് വേണ്ടി, തന്റെ ഇണയ്ക്ക് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി മനുഷ്യൻ നടത്തുന്ന പരിശ്രമങ്ങൾക്കിടയിൽ അവൻ വധിക്കപ്പെടുന്നു. ഫഹുവ ഷഹീദ്, അവൻ ഷഹീദാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനു പുറമെ സമൂഹത്തിന്റെ ധാരണകളെ തിരുത്താൻ വേണ്ടിയായിരിക്കണം വേറെ ചില കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവരെയും പ്രവാചകൻ ശുഹദ എന്ന് വിളിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് അപകട മരണം, അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള മരണം, മാരകമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് മനുഷ്യൻ മരിച്ചുപോകും. അവരെയുമൊക്കെ ശുഹദാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, ശുഹദാ ഖംസ, ശുഹദാക്കൾ 5 വിഭാഗമാണ്. ഒന്നാമത് പറഞ്ഞു, വൽ മച്ചൂൻ, വിഷൂചിക പോലുള്ള രോഗങ്ങൾ വന്നിട്ട് മരണപ്പെട്ടു പോകുന്ന ആളുകൾ. വൽ മബ്തൂൻ, വയറിന്റെ അസുഖം, ഉദരരോഗങ്ങളാൽ മരണപ്പെടുന്ന ആളുകൾ. വൽ ഗരീഖ്, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ആളുകൾ.
കുളിക്കാൻ പോയി കുളത്തിൽ മുങ്ങി മരിച്ചാൽ പിന്നെ വീട് തന്നെ ദുർമരണം സംഭവിച്ച വീടാണ് നമുക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന മനുഷ്യൻ അവൻ ഷഹീദാകുന്നു. വസാഹിബുൽ ഹദം, വല്ലതും പൊളിഞ്ഞ് ശരീരത്തിലേക്ക് വീണ് മരണം വരിക്കുന്ന മനുഷ്യൻ. ഷഹീദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിൽ പൊരുതി ജീവത്യാഗം വരിക്കുന്ന രക്തസാക്ഷി. ഇവരെല്ലാം ശുഹദാക്കളുടെ ഗണത്തിൽപ്പെടും. വേറെ ചില ഹദീസുകളിൽ ശുഹദാഉ ഖംസ എന്ന് പറയുന്നതിന് പകരം ശുഹദാഉ സബഅ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെയും ചില ആളുകളൊക്കെ അതിൽപ്പെടും എന്ന്. ഒരു തീപിടുത്തമുണ്ടായി, അതിൽ വധിക്കപ്പെടുന്ന ആളുകൾ അവർ ശുഹദാക്കളാകുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു സ്ത്രീ പ്രസവിച്ചു, ആ പ്രസവത്തിൽ ഉമ്മ മരണപ്പെട്ടു, ആ മരണപ്പെട്ടു പോയ യുവതി ഷഹീദത്താകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ധാരണകൾ തിരുത്താനായിരിക്കാം. ഷഹാദയെ സംബന്ധിച്ചും ശുഹദായിനെ സംബന്ധിച്ചും പ്രവാചകൻ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചത്. ഇതിലേറ്റവും ശ്രേഷ്ഠമായ ഷഹാദ ഏതാണ്? ഏറ്റവും മഹത്വമുള്ള ഷഹീദ് ആരാകുന്നു? മൻ ഖുതില ദൂന ദീനിഹി ഫഹുവ ഷഹീദുൻ. താൻ ഏതൊരാദർശത്തിനു വേണ്ടിയാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി, താൻ ജനങ്ങളെ ലോകത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്ന, പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആദർശം എന്താണോ അതിനുവേണ്ടി ആ മാർഗത്തിൽ വധിക്കപ്പെട്ടവനാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതത്തിന് പ്രതിഫലത്തിന് അർഹനായ ഷഹീദ് എന്ന് പഠിപ്പിക്കുകയാണ്. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിന്റെ ദൗത്യമാണ്, ആ ദൗത്യത്തിന്റെ ഭാഗമാണ് ഈ ജീവത്യാഗം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ വിശ്വാസിയുടെ ജീവിതത്തിന്റെ ദൗത്യം പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗം ഷഹാദത്തുൽ ഹഖ് എന്നാണ്. ഷഹാദത്തുൽ ഹഖ്, സത്യത്തിന്റെ സാക്ഷ്യമാണ് അയാളുടെ ജീവിതത്തിന്റെ ദൗത്യം. ഈ ദൈവിക ദർശനം, ഈ ദീൻ ഉയർത്തിപ്പിടിക്കുന്ന നീതി, ഇത് ഉയർത്തിപ്പിടിക്കുന്ന ധർമ്മബോധം, ഇത് ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യങ്ങൾ, ഇത് ഉയർത്തിപ്പിടിക്കുന്ന നന്മകൾ, അതിനുവേണ്ടി അയാൾ സ്വന്തം ജീവിതത്തെ അയാളുടെ ചോര കൊണ്ട് തന്നെ, രക്തം കൊണ്ട് തന്നെ ഈ സത്യങ്ങളെ സാക്ഷീകരിക്കേണ്ട ഒരു സന്ദർഭം വരുമ്പോൾ മടിക്കാതെ അയാൾ സ്വന്തം ജീവിതത്തെ തന്നെ, സ്വന്തം രക്തത്തെ തന്നെ അതിനെ സമർപ്പിക്കുമ്പോൾ ആ രക്തസാക്ഷ്യമാണ്, ആ ഷഹാദയാണ് ഷഹാദത്തുൽ ഹക്കിന്റെ ഏറ്റവും ഉന്നതമായ രംഗം എന്ന് പറയുന്നു. ഇത് പലപ്പോഴും സമൂഹം മനസ്സിലാക്കാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഷഹാദത്തുൽ ഹക്കാണ് ഒരു വിശ്വാസിയുടെ ജീവിത ദൗത്യം എന്ന സത്യം. നിങ്ങളൊരു അഭിഭാഷകനാണ് എന്ന് സങ്കല്പിക്കുക. അഡ്വക്കറ്റായ നിങ്ങൾ കോടതി മുറിയിൽ നിങ്ങളുടെ പ്രൊഫഷനെ ഈ ഷഹാദത്തുൽ ഹക്കിന്റെ ഉപകരണമാക്കി മാറ്റണം. സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, അവകാശം നിഷേധിക്കപ്പെട്ടവന് വേണ്ടി നിലകൊള്ളുന്ന, യാഥാർത്ഥ്യ വിരുദ്ധമായതിനും നീതിവിരുദ്ധമായതിനും വേണ്ടി സ്വന്തം കഴിവുകൾ ഉപയോഗിക്കാത്ത, പൈസ കിട്ടിയാൽ എന്ത് നെറുകേടും ചെയ്യുമെന്ന് തീരുമാനിക്കാത്ത ഒരു അഭിഭാഷകനായിട്ട് നിങ്ങൾ മാറുമ്പോഴാണ് നിങ്ങൾ ഷഹാദത്തുൽ ഹക്ക് നിർവഹിക്കുന്നത് എന്ന് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നമുക്ക് ബോധ്യമാകും. നിങ്ങളൊരു ഭിഷഗ്വരനാണ്, ഒരു ഡോക്ടറാണ് എന്ന് സങ്കല്പിക്കുക. അവിടെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ചില ദീനീ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്റെ പ്രൊഫഷൻ നിർവഹിക്കുമ്പോഴാണ് ആ ഡോക്ടർ ഷഹാദത്തുൽ ഹക്ക് എന്ന് പറയുന്ന അയാളുടെ ജീവിത ദൗത്യം നിർവഹിക്കുന്നത്. എഞ്ചിനീയറായാലും, അധ്യാപകനായാലും, തൊഴിലാളിയായാലും, ജീവിതത്തിന്റെ ഏതേത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവനായാലും അവിടെയൊക്കെ ഈ ദൈവിക ദർശനത്തിന്റെ, ഈ സത്യത്തിന്റെ സാക്ഷ്യമായി സ്വന്തം തൊഴിലിനെ, ജീവിതത്തെ, പെരുമാറ്റത്തെ മാറ്റി തീർക്കുമ്പോഴാണ് അയാൾ ഷഹാദത്തുൽ ഹക്ക് നിർവഹിക്കുക. വിശുദ്ധ ഖുർആൻ പറയുന്നു, ആ ഷഹാദത്തുൽ ഹക്കിന്റെ ഏറ്റവും ഉയർന്ന പടിയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞ രക്തസാക്ഷ്യം എന്ന് പറയുന്ന ഷഹാദത്ത്.
എന്റെ ജീവിതവും എന്റെ രക്തവും കൊടുത്തുകൊണ്ട് ഈ സത്യത്തെ ജീവിപ്പിക്കാൻ കഴിയൂ എന്നിടത്തെത്തുമ്പോൾ തന്റെ ജീവിതവുമായി തന്റെ ശരീരവുമായി വീട്ടിൽ ഒളിച്ചിരിക്കുന്നവനല്ല, മടിക്കുന്നവനല്ല, യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞോടുന്നവനല്ല ഒരു വിശ്വാസിയായ മനുഷ്യൻ. അയാൾ ആ ഷഹാദ നിർവഹിക്കാൻ രംഗത്ത് വരേണ്ടതുണ്ട് എന്നർത്ഥം. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന വിഷയമാണ്. ഷഹാദത്തുൽ ഹക്കിന്റെ ഏറ്റവും തിളങ്ങുന്ന ഭാഗമാണ് സ്വന്തം ജീവൻ പോലും ഈ മാർഗത്തിൽ സമർപ്പിക്കുക എന്ന ഷഹാദത്ത്. ഈ ഷഹീദിന് ഒരുപിടി മഹത്വങ്ങളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചിലത് മാത്രം സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ ഷഹാദത്ത് വരിച്ച ഒരു മനുഷ്യൻ, അയാളെ നിങ്ങൾ മരിച്ചവൻ എന്ന് കരുതരുത് എന്ന് ഖുർആൻ പറഞ്ഞത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അയാളെ മരണപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട സഹോദരന് വേണ്ടി നിങ്ങൾ നടത്തുന്നത് പോലെ അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നിൽക്കണ്ട. അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കണ്ട. അദ്ദേഹം ഏത് രീതിയിലാണോ രക്തസാക്ഷിത്വം വരിച്ചത് അതേ രീതിയിൽ ചോരയുടെ പാടുകളുണ്ട്. അയാളുടെ വസ്ത്രം ചോര വാർന്ന വസ്ത്രമാണ്. അവിടെ ചോര നജസല്ലേ എന്ന് ചിന്തിക്കണ്ട. ആ വസ്ത്രം കഴുകണ്ട, ശുദ്ധിയാക്കണ്ട. മയ്യത്തിന് വേണ്ടി കഫൻ ചെയ്യാൻ നിങ്ങൾ കരുതുന്ന തുണികളൊന്നും വേണ്ട. അദ്ദേഹം ഷഹാദത്ത് വരിക്കുമ്പോൾ ഏത് വസ്ത്രത്തിലായിരുന്നോ അതേ വസ്ത്രത്തിൽ, അതേ ചോരപ്പാടോടുകൂടി. ആ മുറിവുകൾ നിങ്ങൾ വെച്ചു കെട്ടണ്ട, അവിടെ പഞ്ഞു വെക്കണ്ട. റസൂലുള്ളാഹി പറഞ്ഞു, നാളെ പരലോകത്തെത്തുമ്പോൾ ഈ മനുഷ്യൻ, ഈ ഷഹീദിന്റെ മുറിവുകൾ അവിടെ കസ്തൂരിയുടെ സുഗന്ധമുണ്ടാകും എന്ന്. അതുകൊണ്ട് നിങ്ങൾ എപ്രകാരമാണോ അദ്ദേഹം ജീവിതത്തിൽ നിന്ന് ഈ സത്യത്തിന് വേണ്ടി വേർപെട്ടു പോയത്, അതേ തലത്തിൽ അതേ നിലയിൽ അദ്ദേഹത്തെ നിങ്ങൾ മയ്യത്ത് കുളിപ്പിക്കാതെ കഫൻ ചെയ്യാതെ, എന്തുമാത്രമെന്ന് ചോദിച്ചാൽ അദ്ദേഹം ജനാപത്തുകാരനായിരിക്കുകയാണ് ഷഹാദത്ത് വരിച്ചതെന്ന് സങ്കല്പിക്കുക. എങ്കിൽ പോലും അദ്ദേഹത്തെ വൃത്തിയാക്കണ്ട, കുളിപ്പിക്കണ്ട. വലിയ അശുദ്ധിയുള്ളവനായിരിക്കുകയാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്, എങ്കിലും അദ്ദേഹത്തെ നിങ്ങൾ കുളിപ്പിക്കണ്ട. നീ അങ്ങനെ കുളിപ്പിക്കണമെങ്കിൽ അള്ളാന്റെ മലക്ക് കുളിപ്പിച്ചോളും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഹൻലല, ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഹൻലലത്തുൽ വസീൽ എന്നാണ്. കുളിപ്പിക്കപ്പെട്ട ഹൻലല, സ്നാനം ചെയ്യപ്പെട്ട ഹൻലല. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, അദ്ദേഹം വിവാഹം കഴിച്ച ഒന്നാമത്തെ രാവിൽ, ഫസ്റ്റ് നൈറ്റ്, വേഗം മനസ്സിലാവുമല്ലോ, പിറ്റേന്ന് രാവിലെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിളംബരമുണ്ടാകുന്നത്, ജിഹാദിന് പോകണം. സത്യത്തിന് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട സന്ദർഭമാണ്, അതുകൊണ്ട് ജിഹാദിന് പോകണം. പ്രവാചകന്റെ ദൂതന്റെ വിളംബരം കേൾക്കുകയാണ്, മണിയറയിൽ കേൾക്കുകയാണ് മഹാനായ ഹൻലല. ഒരു ഭാവഭേദവുമില്ലാതെ സ്വന്തം സഹധർമ്മിണിയോട് പറയുന്നു, പ്രിയമുള്ളവളെ, എനിക്ക് പോകണം, ജിഹാദിന് പോകണം. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഷഹാദയാണ്. അതുകൊണ്ട് ഞാൻ ഒരുപക്ഷെ രക്തസാക്ഷിയായാൽ നമുക്ക് നാളെ അവിടെ വെച്ച് കാണാം. ഒരു സത്യവിശ്വാസിയുടെ മനസ്സാണ്. നമുക്ക് സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട്, യാത്ര പറഞ്ഞുകൊണ്ട് ഹൻലല പോകും. യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് പ്രവാചകൻ ആ ഭൂമിയിലൂടെ സഹാബത്തിനോടൊപ്പം, സഖാക്കളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ കാണുന്നു ഓരോരുത്തരുടെയും അംഗഭംഗം ചെയ്യപ്പെട്ട ശരീരങ്ങൾ. അവിടെ കാണാൻ നമ്മുടെ നവവരനായിരുന്ന മഹാനായ ഹൻലലത്ത് ഇബ്നു അബീ ആമിറിന്റെ ശരീരം. പ്രവാചകൻ പറയുകയാണ്, എനിക്ക് ഒരു പ്രത്യേകമായ ഒരു കാഴ്ച കിട്ടി. ആകാശഭൂമികൾക്കിടയിൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട മാലാഖമാരുണ്ടല്ലോ, അവർ ഹൻലലത്ത് ഇബ്നു അബീ ആമിറിനെ വെള്ളിപ്പാത്രത്തിൽ നിന്ന് വെള്ളമൊഴിച്ചിട്ട് അദ്ദേഹത്തെ ശുദ്ധീകരിക്കുന്നത്, കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടു. റസൂലിന് മനസ്സിലായില്ല. പ്രവാചകൻ ഒരു ദൂതനെ വിടുകയാണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിയുടെ അടുത്തേക്ക്. എന്താ സംഭവം? അപ്പോഴാണ് അവർ പറയുന്നത്, ഇങ്ങനെയാണ് സംഭവിച്ചത്. അദ്ദേഹം വലിയ അശുദ്ധിയുള്ളവനായിരിക്കുകയാണ് പ്രഭാതത്തിൽ യുദ്ധരംഗത്തേക്ക് പോകുന്നത്. കുളിക്കാനൊന്നും നേരെടുത്തിട്ടില്ല. കാരണം പുറപ്പെടൂ എന്ന് പറയുമ്പോൾ പുറപ്പെടലാണ് സത്യവിശ്വാസിയുടെ ശൈലി. എന്നാൽ ഞാൻ ബാക്കിയുള്ളതൊക്കെ നോക്കി ശരിയാക്കി
ഒരാഴ്ചത്തെ കാര്യമൊക്കെ എല്ലാവരെയും ഏൽപ്പിച്ച് എന്നിട്ട് പോകട്ടെ എന്നല്ല. ഇൻഫിറു ഖിഫാഫൻ വസിഖാല, കനമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പുറപ്പെടൂ എന്ന് പറയുമ്പോൾ സമഅനാ വഅത്അനാ, ഞങ്ങളിതാ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹം പിന്നെ വലിയ ശുദ്ധിയുടെ കുളിക്കുന്നു നിന്നില്ല. അതാണ് സംഭവം. അപ്പൊ ഞാൻ പറയുന്നത്, ഷഹീദിനെ കുളിപ്പിക്കുക പോലും വേണ്ട, അദ്ദേഹത്തിന് വലിയ ശുദ്ധിയുള്ളവനായിരിക്കുകയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെങ്കിൽ പോലും അങ്ങനെ കുളിപ്പിക്കണമെങ്കിൽ അള്ളാന്റെ മലക്ക് കുളിപ്പിച്ചോളും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് വേണ്ടി നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കണ്ട. മയ്യിത്ത് നിസ്കാരം ആ മനുഷ്യന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണല്ലോ. മയ്യിത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടിയുള്ള തേട്ടം, പരലോകത്തേക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിനുള്ള ശുപാർശയാണല്ലോ ഈ പ്രാർത്ഥന. ഇതൊന്നും ഷഹീദിന് ആവശ്യമില്ല. അല്ലാഹു അവരെ അംഗീകരിച്ചു, അല്ലാഹു അവരെ മുൻകൂറായി തന്നെ ആദരിച്ചിരിക്കുന്നു. ഏതൊരു ദൈവിക ദർശനത്തിന്റെ, ഏതൊരു സത്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കാൻ സന്നദ്ധമായോ അയാൾ, അതുകൊണ്ട് തന്നെ അള്ളാഹു സംതൃപ്തനാണ്. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഒന്നും വേണ്ടതില്ല, അള്ളാഹു അദ്ദേഹത്തെ കബൂൽ ചെയ്തു എന്നർത്ഥം. അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് ഖുർആൻ പറഞ്ഞു. ബൽ അഹ്യാഉൻ, അവര് മയ്യിത്തല്ല, അവര് ഹയ്യാകുന്നു, ജീവിച്ചിരിക്കുന്നവരാകുന്നു. അള്ളാഹുവിങ്കിൽ റിസ്ക് നൽകപ്പെടുന്നവരാകുന്നു. അപ്പൊ നമുക്കൊരു ചോദ്യം, അപ്പൊ എങ്ങനെയായിരിക്കും ആ റിസ്ക് നൽകപ്പെടുന്നത്? എങ്ങനെയാണ് അവർ ജീവിച്ചിരിക്കുന്നത്? അതിന്റെ മറുപടി നമുക്ക് അറിഞ്ഞുകൂടാ എന്നാണ്. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞപ്പോൾ ഉപയോഗിച്ച ഒരൊറ്റ പദം, വലാകിൻ ലാ തശ്ഉറൂൻ. വലാകിൻ ലാ തശ്ഉറൂൻ, അത് നിങ്ങൾക്ക് മനസ്സിലാവൂല, നിങ്ങൾക്കത് അനുഭവമാവൂല, നിങ്ങൾക്ക് മനസ്സിലാവൂല എന്നല്ല പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പിന്നെ ഗവേഷണം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെയാണ് ശുഹദാക്കൾക്ക് റിസ്ക് നൽകപ്പെടുന്നത്? പിന്നെ അതിന്റെ ചർച്ച, വാദപ്രതിവാദം ഒന്നും വേണ്ടതില്ല. വലാകിൻ ലാ തശ്ഉറൂൻ, അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന വിഷയമല്ല. അവർ ഹയ്യാണ്, അവർ മരിച്ചവരല്ല, ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് വിഭവങ്ങൾ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഏറ്റവും ആദരിക്കപ്പെട്ട വിഭാഗമാണവർ. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അതെങ്ങനെ? ഇത് നിങ്ങൾക്കറിയുന്ന വിഷയമല്ല. നിങ്ങൾക്കറിയുന്ന വിഷയമല്ല എന്നല്ല പറഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ ഗവേഷണം നടത്തുന്നത് വഴികേടാണ്. ആത്മാവിനെ കുറിച്ച് പറഞ്ഞതുപോലെ റൂഹിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഉതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. എന്റെ സഹോദരങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഈ വിഷയങ്ങൾ. അവർ റൂഹിനെ കുറിച്ച് നിന്നോട് ചോദിക്കുന്നു. എന്താ റൂഹ്? എന്താണ് ആത്മാവ്? അത് നിന്റെ റബ്ബിന്റെ രഹസ്യ വിജ്ഞാനത്തിൽപ്പെട്ട വിഷയമാണ്. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, എന്റെ നാഥന്റെ രഹസ്യ ജ്ഞാനത്തിൽപ്പെട്ട വിഷയമാണത്. വമാ ഉതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, വളരെ തുച്ഛമായ വിജ്ഞാനം മാത്രമേ നിങ്ങൾക്ക് ആ വിഷയത്തിൽ നൽകപ്പെട്ടിട്ടുള്ളൂ. അത് അമ്പിയാക്കന്മാര് തന്നതാണ്. പ്രവാചകന്മാര് കൈമാറി തന്ന ആ വിജ്ഞാനങ്ങൾ സ്വീകരിക്കുക എന്നതിലപ്പുറം നിങ്ങളൊരു പുതിയ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ചുകൊണ്ട്, ഒരു പുതിയ ലബോറട്ടറി ഉണ്ടാക്കിക്കൊണ്ട്, ഒരു ലൈബ്രറി സ്ഥാപിച്ചുകൊണ്ട് കുറെ പണ്ഡിതന്മാരെ ഇരുത്തിയാലൊന്നും ഈ വിഷയത്തിലൊന്നും ലഭിക്കൂല. വമാ ഉതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, ആ വിഷയത്തിൽ ഖലീലായത് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. അതാ പറഞ്ഞതുപോലെ വിശ്വസിക്കുക എന്നതല്ലാതെ ഇതിലൊക്കെ ഈ സമൂഹം ഈമാൻ കൊണ്ടിരുന്നുവെങ്കിൽ എത്രയോ ചൂഷണങ്ങൾ ഈ സമൂഹത്തിൽ ഇല്ലാതായി പോകുമായിരുന്നു. റൂഹിന്റെ പേരിലാണ്, ആത്മാവിന്റെ പേരിലാണ്, ആത്മീയതയുടെ പേരിലാണല്ലോ കച്ചവടം അധികവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, അതിന് നമുക്ക് സന്ദർഭവുമില്ല. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, വലാകിൻ ലാ തശ്ഉറൂൻ, നിങ്ങൾക്കത് മനസ്സിലാവണം എന്നില്ല, നിങ്ങൾക്കതൊരു അനുഭവമായിരിക്കുകയില്ല. പക്ഷേ അത് മഹത്വം പറയാൻ വേണ്ടി വിശദീകരിച്ചതാണ്. ഈ ശുഹദാക്കളെ കാത്തിരിക്കുകയാണ് സ്വർഗം. അവരെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് മലക്കുകൾ. ഈ ഷഹാദത്തിന് വേണ്ടിയുള്ള കൊതിയാണ് ഒരു സത്യവിശ്വാസി സമാജത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഖുർആൻ പറഞ്ഞു, വിശ്വാസി വിഭാഗത്തിൽ രണ്ട് തരം ആളുകളെ ഉണ്ടാകും. ഒന്ന് ഈ ഷഹാദ നിർവഹിച്ചുകൊണ്ട് കടന്നുപോയ ആളുകൾ. രണ്ടാമത്തേത് അത് എപ്പോഴാണ് കിട്ടുക എന്ന അവസരം കാത്തു കഴിയുന്ന ആളുകൾ.
ഇതല്ലാത്ത മൂന്നാമതൊരു വിഭാഗം വിശ്വാസികൾക്കിടയിലില്ല. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖലാ നഹ്ബഹു വമിൻഹും മൻ യൻതളിർ വമാ ബദ്ദലൂ തബ്ദീല. വിശ്വാസികളിൽ ചില ആണുങ്ങളുണ്ട്. ശുഹദാക്കളെ കുറിച്ച് പറയുകയാണ്. മിനൽ മുഅ്മിനീന റിജാൽ, അവരിൽ ചില ആണുങ്ങളുണ്ട് വിശ്വാസികളിൽ. വമിൻഹും മൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി, പടച്ചവനുമായിട്ട് ചെയ്ത കരാറ് കൃത്യമായി പൂർത്തീകരിച്ചുകൊണ്ട് തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു കടന്നുപോയ ആളുകൾ. പിന്നെ ഒരു വിഭാഗമുണ്ട് വമിൻഹും മൻ യൻതളിർ, കാത്തിരിക്കുന്ന ആളുകൾ. എപ്പോഴാണ് അള്ളാഹുവിന്റെ വഴിയിൽ ഒരു സേവനത്തിന്, ഒരു നന്മയ്ക്ക്, ഒരു യുദ്ധത്തിന്, അതുവഴി ഒരു ഷഹാദത്തിന് അവസരം കിട്ടുക എന്ന് നോക്കിയിരിക്കുന്ന ആളുകൾ. ഈ രണ്ട് വിഭാഗമാണ് സത്യവിശ്വാസികൾക്കിടയിൽ ഉണ്ടാവുക. അതുകൊണ്ട് അവർ യുദ്ധം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജിഹാദിന് പുറപ്പെടുമ്പോൾ മരിക്കാൻ വേണ്ടിയാണ് അവർ. ഇത് ശത്രുവിന് മനസ്സിലായി. അതുകൊണ്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇവരോട് ജയിക്കാൻ നമുക്ക് പ്രയാസമാണ്. കാരണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്, പക്ഷെ ഈ സമൂഹം മരിക്കാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. മരിക്കാൻ വേണ്ടി വരുന്ന ഒരു വിഭാഗത്തെ മരണം കൊണ്ട് പേടിപ്പിക്കാൻ കഴിയുമോ? അതാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈറിനെ പണ്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഭീഷണിപ്പെടുത്തി കൊന്നുകളയുന്നവർ. ഉടനെ അദ്ദേഹം തിരിച്ചടിച്ചു, നീയാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ, ആ ഇലാഹ് നീയാണ് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഇബാദത്ത് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിരിച്ചൊഴിഞ്ഞു എന്നാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല പ്രിയമുള്ളവരെ. പറഞ്ഞു വന്നത്, സ്വർഗം അവരെ കാത്തിരിക്കുകയാണ്, ഏറ്റവും വലിയ പുണ്യവാന്മാരാണ് അവർ എന്ന്. ബൽ അഹിയാഉൻ എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ മറ്റൊരർത്ഥമുണ്ട്. അവർ ജീവിച്ചിരിക്കുന്നവരാകുന്നു, രക്തസാക്ഷികൾ മരിക്കുന്നില്ല എന്ന്. അവർ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. എന്നുമെന്നും അവർ ജനമനസ്സുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ, കാലങ്ങൾ എത്ര പിന്നിട്ടിട്ടും ഈ ശുഹദാക്കൾ മരിക്കുന്നില്ല. മനുഷ്യരുടെ മനസ്സുകളിൽ എന്നും പ്രചോദനമായി, എന്നും പ്രേരകമായി, നന്മയുടെ വഴിയിൽ, ധർമ്മയുദ്ധത്തിന്റെ മാർഗത്തിൽ എന്നുമെന്നും അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാമനുഷ്യരായി മനസ്സുകളിൽ ഇന്നും എന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നു ശുഹദാക്കൾ. വിശദീകരിക്കാൻ സന്ദർഭമില്ല. ശുഹദാക്കളുടെ ചരിത്രം വലിയൊരു ചരിത്രമാണ്. ആലി യാസിറിന് മരണമുണ്ടോ? ആലി യാസിർ കുടുംബം സത്യത്തിന്റെ വഴിയിൽ ഒന്നാമതായിട്ട് രക്തസാക്ഷിത്വം വരിക്കാൻ, ഷഹാദത്ത് വരിക്കാൻ ഭാഗ്യം സിദ്ധിച്ചത് ഇസ്ലാമിൽ ഒരു പുരുഷനല്ല, ഒരു സ്ത്രീക്കായിരുന്നു എന്ന് നമുക്കറിയാം. മഹദിയായ സുമയ്യ റളിയല്ലാഹു തആല അൻഹയെ പീഡിപ്പിച്ചു അവർ. ആ പീഡനത്തിന്റെ പാരമ്യത്തിൽ സാക്ഷാൽ അബൂജഹൽ വന്നിട്ട് സുമയ്യ റളിയല്ലാഹു തആല അൻഹയെ പീഡിപ്പിച്ചതിന്റെ ചരിത്രമുണ്ട്. ഒരു സദസ്സിൽ വിശദീകരിക്കാൻ കൊള്ളുകയില്ല. കുന്തമെടുത്തിട്ട് അവരുടെ അടിവയറ്റിലൂടെ കയറ്റുകയാണ്. ഒരു സദസ്സിൽ പങ്കുവെക്കാൻ കഴിയാത്ത തരം പീഡനങ്ങൾ. അപ്പോഴും ഷഹാദത്ത് കൊതിച്ചിരുന്ന ആ സ്ത്രീ ആദർശത്തിന്റെ പാതയിൽ നിന്ന് ഒരു തെല്ലും പുറകോട്ടു പോയില്ല എന്ന് നമുക്കറിയാം. ആ സാമൂഹിക സാഹചര്യത്തിൽ ആർക്കും ഇടപെടാൻ കഴിയുമായിരുന്നില്ല. റസൂലുള്ളാഹി കാണുന്നുണ്ട് ഈ മർദ്ദനങ്ങൾ പലപ്പോഴും. യാസിർ കുടുംബത്തെ മർദ്ദിക്കുന്നത്, യാസിറിനെ, സുമയ്യയെ, അവരുടെ മകൻ അമ്മാറിനെ. റസൂലുള്ളാഹി പറയുന്നു, സബറൻ ആല യാസിർ ഇന്ന മൗഇദകുമുൽ ജന്ന. ക്ഷമിക്കുക യാസിർ കുടുംബമേ, നിങ്ങളെ കാത്തിരിക്കുന്നത് സ്വർഗമാണ് എന്ന്. സുമയ്യയും യാസിറും, മകൻ അമ്മാർ ഒരുപാട് കാലം ജീവിച്ചിരുന്നു. 93-ാമത്തെ വയസ്സിലും ഷഹാദത്ത് വരിക്കാനുള്ള ആഗ്രഹത്തോടുകൂടി സത്യത്തിന്റെ വഴിയിൽ അദ്ദേഹം യുദ്ധം ചെയ്യുന്നത് നമ്മൾ ചരിത്രത്തിൽ കാണുകയാണ്. സുബ്രൻ ആല യാസിർ ഇന്ന മൗഇദകുമുൽ ജന്ന. യാസിർ ചെല്ലാൻ വേണ്ടി സ്വർഗം തിടുക്കം കൂട്ടുകയാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് പറയുകയുണ്ടായി. ആലു യാസിറിന് മരണമില്ല. സത്യത്തിന്റെ വഴിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ലോകാവസാനം വരെ ഏറ്റവും വലിയ പ്രചോദനമാണ്. ഹുബൈബിന് മരണമുണ്ടോ? ആദ്യമായിട്ട് അറബികൾ മരക്കുരിശുണ്ടാക്കി അതിൽ വരിഞ്ഞുകെട്ടി കൊന്നിട്ട് കെട്ടിത്തൂക്കിയ, തൂക്കുമരത്തിലേറ്റിയ മഹാനായ സഹാബി
ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആനന്ദം നമസ്കാരമായിരുന്നു. അവസാന നിമിഷത്തിൽ അദ്ദേഹം ചോദിച്ചു, ഒരു 2 റക്അത്ത് നമസ്കരിക്കാൻ അവസരം തരുമോ? ആ നമസ്കാരം അദ്ദേഹം വളരെ വേഗത്തിൽ നിർവഹിച്ചു. എന്നിട്ട് ആ ശത്രു സദസ്സിനെ നോക്കി പറഞ്ഞു, എനിക്ക് ഇത്ര വേഗത്തിൽ നിസ്കരിക്കുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഒരൽപ്പം കൂടി ജീവിതം പിന്തിക്കണമെന്നൊരു മോഹം ഖുബൈബിന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കൊരു പക്ഷേ തോന്നും, അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ നിർവഹിച്ചത് എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ അഭിവാദ്യം എന്ന നിലയിൽ അല്ലാഹുവിനെ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് തൂക്കുമരത്തിലേക്ക് കയറിപ്പോയ മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു. മുഅ്ത യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിലേക്ക് പുറപ്പെടുമ്പോൾ പ്രവാചകൻ വിശ്വാസികളുടെ സൈന്യത്തെ ശരിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് നായകനായി ഞാൻ സെയ്ദ് ഇബ്നു ഹാരിസയെ നിശ്ചയിക്കുകയാണ്, അദ്ദേഹം നിങ്ങൾക്ക് നേതൃത്വം നൽകും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ശ്രദ്ധിക്കണം, നിങ്ങൾ സദസ്സിൽ നബി പറയുകയാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ ദൈവിക ദർശനത്തിന്റെ കൊടിയേന്തിക്കൊണ്ട് വിശ്വാസികളെ നയിക്കേണ്ടത് മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബാണ്. അദ്ദേഹത്തിനും എന്തെങ്കിലും സംഭവിച്ചാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഈ പതാക ഏറ്റെടുക്കണം. അദ്ദേഹവും ഷഹാദത്ത് വരിച്ചാൽ നിങ്ങൾ കൂടിയാലോചിച്ച് നിങ്ങൾ ഒരു നേതൃത്വത്തെ തിരഞ്ഞെടുക്കണം. പ്രവാചകന്റെ ഈ വാക്കുകളിൽ ഷഹാദത്ത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഷഹാദത്തിനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അങ്ങനെ പോയി മുഅ്ത യുദ്ധം നമുക്കറിയാം, 3000 പേരാണ് വിശ്വാസികളുടെ സൈന്യത്തിലുള്ളത്. 1,00,000 വരുന്ന റോമൻ സൈന്യമാണ് അവരെ നേരിടാൻ വരുന്നത്. പിന്നെ അവരെ സഹായിക്കാൻ വേണ്ടി വന്ന 1,00,000 കൂടി 2,00,000 ആളുകൾ, 3000 സഹാബത്ത് അവരെ നേരിടുകയാണ്. മഹാനായ സെയ്ദ് ഇബ്നു ഹാരിസ വധിക്കപ്പെട്ടു. മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബ് വധിക്കപ്പെട്ടു. ധീരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. വലതുകരം മുറിച്ചു മാറ്റുകയാണ്. അദ്ദേഹം ഇടതുകൈ കൊണ്ട് പതാക ഉയർത്തിപ്പിടിച്ചു. അപ്പോൾ ശത്രു ഇടതുകൈയും വെട്ടി. ചരിത്രം പറയുന്നു, തൂങ്ങിക്കിടക്കുന്ന ഈ തോളറ്റം കൊണ്ട് ഈ പതാക മുറുക്കെ പിടിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും അവസാനം വീഴുന്നു. ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിയായി. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ നേതൃത്വം ഏറ്റെടുത്തു. അദ്ദേഹവും രക്തസാക്ഷിത്വം വരിക്കുന്നു. ഈ സംഭവം നടക്കുമ്പോൾ ഇതൊന്നും ഐതിഹ്യമല്ല, പുരാണകഥകളല്ല, ചരിത്രത്തിന്റെ പകൽ വെളിച്ചത്തിൽ നടന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ മുഅ്തയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ അങ്ങകലെ മദീനയിൽ സഹാബത്തുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി അവരോട് പറയുന്നു, നമ്മളിപ്പോ ലോകത്ത് നടക്കുന്ന പല പ്രധാന സംഭവങ്ങളുടെയും കമന്ററി കേട്ടുകൊണ്ട് ആ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പ്രവാചകൻ ഒരു ദൃക്സാക്ഷി വിവരണം പോലെ പറയുകയാണ്, ഇപ്പോഴിതാ സെയ്ദ് ഇബ്നു ഹാരിസ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരൽപ്പം കണ്ണടച്ച് എന്നിട്ട് നബി പറയുന്നു, ഇതാ ജഅഫർ ഇബ്നു അബീ താലിബ് പൊരുതുകയാണ്, അദ്ദേഹവും അള്ളാഹുവിന്റെ വഴിയിൽ ഷഹാദത്ത് വരിച്ചിരിക്കുന്നു. ഇതാ അബ്ദുല്ലാഹി ഇബ്നു റവാഹയുടെ ഊഴമാണ്. മൂവരും അള്ളാഹുവിന്റെ വഴിയിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്റെ സദസ്സ് നിശ്ചലമായി, കാതുകൂർപ്പിച്ചിരിക്കുകയാണ് സഹാബത്ത്. പിന്നെ കണ്ണു തുറന്നിട്ട് റസൂലുള്ളാഹി പ്രസന്നവദനനായിക്കൊണ്ട് പറഞ്ഞു, പക്ഷേ വഖദ് റുഫിഉ ഇലയ്യ ഫിൽ ജന്ന, പക്ഷെ സ്വർഗത്തിൽ അവരെ മൂവരും എന്നിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നതായി ഞാൻ കാണുന്നു എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. ജഅഫർ നബിയെ പോലെ തോന്നിച്ച ആളായിരുന്നു ശരീരം കൊണ്ട്. അലി ഇബ്നു അബീ താലിബിന്റെ അനുജനായ ജഅഫർ ശരീരം കൊണ്ട് നബിയുടെ ശരീരത്തോട് സാമ്യമുള്ളയാളായിരുന്നു. റസൂലിന് വല്ലാത്ത വാത്സല്യവുമുള്ള ആളായിരുന്നു. ആ ജഅഫറിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ലഖദ് റഅയ്തു ജഅഫറൻ ഫിൽ ജന്ന ലഹു ജനാഹാനി മുദർറജാനി ബിദ്ദിമായി വഹു മസ്ബൂഉൽ ഖവാദിം. ചരിത്രം രേഖപ്പെടുത്തുകയാണ്, ചെഞ്ചായമണിഞ്ഞ കൈകാലുകളോടെ, ചെഞ്ചായമണിഞ്ഞ ചിറകുകളോടെ സ്വർഗത്തിൽ ലഖദ് റഅയ്തു ജഅഫറൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഞാൻ ജഅഫറിനെ കണ്ടു എന്ന് പ്രവാചകൻ വിശദീകരിച്ചു. അലി ഇബ്നു അബീ താലിബ് പാടി, എന്റെ സഹോദരൻ തതീറു മഅൽ മലായികത്തി ബിന ഉമ്മി
എന്റെ അനുജൻ മാലാഖമാരോടൊപ്പം സ്വർഗത്തിൽ പറക്കുന്ന കിളിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കും. ഈ മുഅ്ത നായകന്മാരെ എന്നെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ കഴിയുമോ? മഹാനായ ഹംസ മുതൽ ഇന്നും ഷഹാദത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ലോകത്ത്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഫലസ്തീൻ പ്രദേശങ്ങളിൽ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളിൽ, സാമ്രാജ്യത്വത്തിനെതിരെയുള്ള സമരങ്ങളിൽ മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു മുതൽ ഷെയ്ഖ് അഹമ്മദ് യാസീൻ വരെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവരൊന്നും മരിക്കുന്നില്ല ഒരു കാലഘട്ടത്തിലും. മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ വീണ അദ്ദേഹത്തിന്റെ രക്തത്തുള്ളികൾ ഇന്നും ലോകത്ത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഏറ്റവും വലിയ മൂലധനമാണ്. ബൽ അഹ്യാഉൻ, അവർ ജീവിക്കുന്നവരാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. സത്യവിശ്വാസികളുടെ മനസ്സ്, ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും മഹാനായ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാൾ, ലോക പണ്ഡിത സഭയുടെ അധ്യക്ഷനായ ഡോക്ടർ യൂസുഫുൽ ഖർളാവി, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന മനുഷ്യനാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ അതൊക്കെ അറിയുന്നുണ്ട്. ഖർളാവി പലപ്പോഴും തന്നെ സന്ദർശിച്ച് തിരിച്ചു പോകുന്ന ആളുകളോട് പറയാറുള്ള ഒരു വസിയ്യത്തുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എൻ്റെ ഷഹാദത്തിന് വേണ്ടി ദ്വാരക്കണം എന്നാണ്. അള്ളാഹുവിന്റെ വഴിയിലുള്ള രക്തസാക്ഷ്യത്തിന് വേണ്ടി മൊസാദും CIA ഒക്കെ പലപ്പോഴും അടയാളപ്പെടുത്തിയ ഒരു ജീവിതമാണ് ഖർളാവിയുടെ. അവരുടെ ലിസ്റ്റിൽ വന്നിട്ട് കുറെ കാലായി. ഖർളാവിയുടെ മനസ്സ്, എനിക്ക് ഷഹാദത്തിന് വേണ്ടി, ഷഹാദത്തിന്റെ ഭാഗ്യം കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 69-70 വചനങ്ങൾ ഞാൻ ആമുഖമായി പാരായണം ചെയ്ത ആയത്തിൽ, അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കുന്ന വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അള്ളാഹു അനുഗ്രഹിച്ച അവന്റെ അനുഗ്രഹഭാജനങ്ങളുടെ കൂടെയായിരിക്കും അവരുടെ സ്ഥാനം. പടച്ചവനെയും പ്രവാചകനെയും അനുസരിക്കുന്നവനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സ്ഥാനം അള്ളാഹുവിന്റെ അനുഗ്രഹഭാജനങ്ങളുടെ കൂടെ. അവരാരാണ്? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അവർ സിദ്ദീഖുകൾ, പ്രവാചകന്മാരെ സത്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ നിഴല് പോലെ ജീവിച്ച മനുഷ്യർ സിദ്ദീഖുകൾ, രക്തസാക്ഷ്യം വരിച്ച, ഷഹാദത്ത് വരിച്ച ആളുകൾ ശുഹദാക്കൾ. മൂന്നാമതായിട്ട് പറഞ്ഞു വസ്സാലിഹീൻ, നാലാമതായിട്ട് പറഞ്ഞു വസ്സാലിഹീൻ, അള്ളാഹുവിന്റെ വഴിയിൽ നന്മ ചെയ്ത് ജീവിച്ച സുഹൃതവാന്മാരായ നല്ല സാത്വികരായ മനുഷ്യർ. അപ്പോ അമ്പിയാക്കന്മാർ, പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹുകൾ. വഹസുന ഉലൈക റഫീഖ, എത്ര നല്ല സഖാക്കൾ, എത്ര നല്ല കൂട്ടുകാർ. ദാലിക്കൽ ഫളലു മിനല്ലാഹ്, ഇത് പടച്ചവന്റെ പ്രത്യേകമായ അനുഗ്രഹമാണ്. വകഫാ ബില്ലാഹി അലീമ, എല്ലാം അറിയാൻ അല്ലാഹു മതി എന്ന് വിശുദ്ധ ഖുർആൻ പറയും. ഷഹാദത്തിന്റെ സൗഭാഗ്യം എല്ലാവർക്കും ലഭിച്ചുകൊള്ളണം എന്നില്ല. പക്ഷേ ഷഹാദത്ത് വരിച്ച ഉന്നതാത്മാക്കളുടെ സഹവാസം അത് നിങ്ങൾക്കുണ്ടായേക്കാം എന്നാണ് ഖുർആൻ പറയുന്നത്. സ്വർഗത്തിൽ അവരുടെ സഹവാസം നിങ്ങൾക്ക് ലഭിക്കും. വഹസുന ഉലൈക റഫീഖ, എത്ര നല്ല കൂട്ടുകാർ. റഫീഖ് എന്ന് പറഞ്ഞാൽ, റഫീഖുൽ മദ്രസ എന്ന് അറബിയിൽ പറഞ്ഞാൽ ക്ലാസ്മേറ്റ് എന്നർത്ഥം. റഫീഖുൽ മദ്രസ. വഹസുന ഉലൈക റഫീഖ, ഈ പ്രവാചകന്മാർ, ഈ ശുഹദാക്കൾ, ഈ സാലിഹുകൾ, ഈ സിദ്ദീഖുകൾ, ഇവരുടെ സഹവാസം നിങ്ങൾക്ക് കിട്ടും സ്വർഗത്തിൽ. ഒരു സഹാബി വന്നിട്ട് നബിയോട് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ, എനിക്ക് അങ്ങയോട് വല്ലാത്ത സ്നേഹമാണ്. വീട്ടിലിരിക്കുമ്പോൾ അങ്ങയെ കാണാൻ തോന്നും, അങ്ങനെയാണ് ഞാൻ ഓടി വരുന്നത്. പക്ഷേ എനിക്കൊരു ദുഃഖമുണ്ട്, മരണപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കും സ്വർഗം കിട്ടുമായിരിക്കും. പക്ഷേ ഞാൻ സ്വർഗത്തിൽ എത്തിയിട്ടെന്ത് കാര്യം? അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ പ്രവാചകന്മാരോടൊപ്പം ഉയർത്തപ്പെടുമല്ലോ, ഉന്നതമായ പദവികളിലായിരിക്കുമല്ലോ. സാധാരണക്കാരനായ ഞാൻ എങ്ങനെയാണ് സ്വർഗത്തിൽ താങ്കളുടെ സാമീപ്യം എനിക്ക് കിട്ടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചു. ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഉമയ്യുതില്ലാഹ വർ-റസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ.
താങ്കൾ സ്നേഹിച്ച പ്രവാചകന്മാരോടൊപ്പം, സിദ്ദീഖുകൾക്കൊപ്പം, ശുഹദാക്കൾക്കൊപ്പം, സാലിഹീങ്ങൾക്കൊപ്പം താങ്കൾക്കും സ്ഥാനം കിട്ടും. ഒമയ്യുത്തഇല്ലാഹ വറസൂൽ, പടച്ചവനോടും പ്രവാചകനോടും അനുസരണത്തിന്റെ വഴിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. പറഞ്ഞു വന്നത്, ജീവിതത്തെയും മരണത്തെയും സംബന്ധിച്ച വർത്തമാനങ്ങളിൽ അവഗണിക്കാൻ കഴിയാത്ത സുപ്രധാനമായ വിഷയമാണ് ഷഹാദത്ത് എന്ന് പറയുന്ന വിഷയം. നന്മയുടെ വഴിയിൽ, ധർമ്മത്തിന്റെ വഴിയിൽ, നീതിയുടെ വഴിയിൽ അള്ളാഹുവിന്റെ ദീനിന്റെ സാക്ഷീകരിച്ചുകൊണ്ട്, സാക്ഷ്യം നിർവഹിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വേർപെടാൻ കഴിയലാണ് ഏറ്റവും മഹത്തായ ഭാഗ്യമുള്ള വേർപാട് എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് പടച്ചവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ കരീമിൽ മഅബൂദ് വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹുർ റഹീമുൽ മഹ്മൂദ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അഷ്റഫ് മൗലൂദ്. അല്ലാഹുമ്മ സ്വല്ലി വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമ്മുടെ ധാരാളം സഹോദരങ്ങൾ രോഗങ്ങൾ കൊണ്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ ഞായറാഴ്ച നടക്കുന്ന ഖുർആൻ ക്ലാസ്സുകളിൽ മുടങ്ങാതെ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു സഹോദരൻ ഇപ്പം 2-3 ആഴ്ചകളായി തീരെ സുഖമില്ലാതെ കോഴിക്കോട് മിംസിൽ കഴിയുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ സഹോദരന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളിലേക്ക് അതേ ഉന്മേഷത്തോടുകൂടി തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെയുള്ള ധാരാളം സഹോദരങ്ങൾ, സഹോദരിമാർ പടച്ചവൻ ആ രോഗാവസ്ഥകളിൽ അവർക്ക് സ്വബറും ശിഫയും നൽകി തുണക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോകുന്ന വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പടച്ചവന്റെ ആയത്തുകളും പ്രവാചകന്റെ വിശദീകരണങ്ങളും കേട്ടതിന് ശേഷവും സ്വന്തം തിന്മകളിൽ, തെറ്റുകളിൽ, തെറ്റായ കാഴ്ചപ്പാടുകളിൽ ഉറച്ചു നിൽക്കാതെ അള്ളാഹുവിൻ്റെ ആയത്തുകളോട് അന്ധത നടിക്കാതെ ആവശ്യമായ തിരുത്തുകൾ വരുത്താൻ, മാറ്റങ്ങൾ വരുത്താനുള്ള സന്നദ്ധത തന്ന്, വിവേകം തന്ന് അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളെ, നമ്മുടെ മക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വഴിയിൽ ഷഹാദത്തുൽ ഹക്ക് നിർവഹിച്ചുകൊണ്ട്, സത്യസാക്ഷ്യം നിർവഹിച്ചുകൊണ്ട് ജീവിക്കാനും ജീവിതത്തോട് വേർപെടാനുമുള്ള മഹാ തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. അള്ളാഹു മർലാൻ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ വഅൻ ബഖിയ്യത്തി സ്വഹാബ വസ്സഹാബിയാത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിദ്വാനുല്ലാഹി തആല അൻഹും അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വഖാലിൽ ഹാജാത്ത് ത്വയ്യിബ് സറാഹും വജഅലിൽ ജന്നത മഅവാഹും. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين.